ഹുഷാംദീദ്. ഇന്നത്തെ വീഡിയോയിൽ ഖത്താബ് വ അൽക്കാബ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഖത്താബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുകൾ, അതുപോലെ തന്നെ ലക്കബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് എന്ത്, അൽക്കാബ് എന്ന് പറയുന്നത്, അഥവാ വിളിപ്പേരുകൾ അഥവാ നിക് നെയിം. അതാണ് ഇതിൻ്റെ അർത്ഥം. സ്ഥാനപ്പേരുകളും ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്നില്ലേ, ആ ഒരു പേര്, അതുപോലെ തന്നെ നിക് നെയിം, ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നോക്കൂ, ഇത്തവണ കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ടെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. നോക്കൂ, ഇതിൽ ഈ 106ാമത്തെ ചോദ്യം നോക്കൂ, ഷാഇറെ ഇൻഗുലാബ് കോൻ ഹേ, ഷാഇറെ ഇൻഗുലാബ് കോൻ ഹേ എന്നുള്ള ആ ഒരു ചോദ്യം കണ്ടില്ലേ, ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ജോഷ് മലിഹാബാദിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഖത്താബും അതുപോലെ തന്നെ അൽക്കാബും പഠിച്ചിട്ടുണ്ടാവണം. അതിൽ നിന്ന് വന്നതാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക് ഒന്ന് വേഗം നോക്കാം. നോക്കൂ, ഇതിൽ ഹാക്കാനി ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൗക്കാണ്. സൗക്കിൻ്റെ ഖത്താബാണ് എന്ത്, ഹാക്കാനി ഹിന്ദ്. ഷെയ്ഖ് ഇബ്രാഹിം സൗക്ക്, നമ്മുടെ ബഹാദുർ ഷാ സഫർ, അവസാനത്തെ ബാദുഷയായിട്ടുള്ള ബഹാദുർ ഷാ സഫറിൻ്റെ എന്താ പറയുക, ഉസ്താദായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം സൗക്ക്. അവരുടെ പേരായിരുന്നു എന്ത്, ഹാക്കാനി ഹിന്ദ് എന്നുള്ളത്. ഇനി ഷംസുൽ ഉലമ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് മൗലാന അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാബായി ഉറുദു എന്ന പേരിൽ അറിയപ്പെടുന്നത് മൗലവി അബ്ദുൽ ഹക്ക്. അതുപോലെ തന്നെ ഹുദായെ സുഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മീർ തക്കി മീർ. അടുത്തത് ലിസാനുൽ അസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അക്ബർ അലഹാബാദിയാണ്. അതുപോലെ തന്നെ നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ്, ഇതെല്ലാം മിർസ അസദുല്ല ഖാൻ ഓലിബിൻ്റെ ഖത്താബായിരുന്നു. അടുത്തത് ബുൽബുൽ ഹസാർ ദാസ്താൻ എന്ന് പറയുന്നത് ദാഉദ് അഹ്ലവിയുടെയാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റായി കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മിർസ നോഷ എന്നുള്ളത് ഓലിബിൻ്റെ ലക്കബായിരുന്നു. ഇത് നോക്കൂ, ഈ ഓലിബിൻ്റെ ഖത്താബാണ് നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗൊക്കെ. പക്ഷേ മിർസ നോഷ എന്നുള്ളത് എന്താണ്, നിക്നെയിമാണ് അഥവാ ലക്കബാണ്. ഇനി ഷാഇറെ മസ്ദൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇഹ്സാൻ ദാനിഷാണ്. ഷാഇറെ ഇൻഗുലാബ് ജോഷ് മലിഹാബാദിയാണ്. ഈ ചോദ്യമാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ബാവ ആദം വലീദഗ്നിയാണ്. വലീദഗ്നിയെ മുഹമ്മദ് ഹുസൈൻ ആസാദാണ് വലീദഗ്നി എന്ന പേരിൽ വിളിച്ചത്. ഇനി മുസവർ എന്നുള്ളത് റാഷിദുൽ ഖൈരിയെയാണ് പറയുന്നത്. ഇനി ഹാ ബഹാദുർ എന്ന് പറയുന്നത് അക്ബർ അലഹാബാദിയാണ്. അക്ബർ അലഹാബാദിക്ക് അംഗ്രേസും ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഖത്താബ് അഥവാ സ്ഥാനപ്പേര് നൽകുന്നത്. ഇനി മുൽക്കു ഷുറ എന്ന പേരിൽ അറിയപ്പെടുന്നത് മിർസ ഓലിബാണ്. മിർസ ഓലിബിൻ്റെ സ്ഥാനപ്പേരാണ് മുൽക്കു ഷുറ എന്ന പേരിൽ മുൽക്കു ഷുറ എന്നുള്ള പേര് മിർസ ഓലിബിന് സൗക്കിൻ്റെ മരണശേഷമാണ് ലഭിക്കുന്നത്. ശരിക്കും മുൽക്കു ഷുറ എന്നുള്ളത് സൗക്കിൻ്റെ നിക്നെയിമാണ്, ലക്കബായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഓലിബിന് മുൽക്കു ഷുറ എന്ന ഖത്താബ് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി തോത്തിയെ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അതുപോലെ തന്നെ ആഖായെ ഉറുദു എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഹുസൈൻ ആസാദ് ആണ്. ഇനി പഹൽവാനെ സുഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ മിർസ റഫിയ സൗദയാണ്. ഇനി കലീമുഷോറ എന്ന പേരിൽ അറിയപ്പെടുന്നത് അംജദ് ഹൈദരാബാദിയാണ് കലീമുഷോറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് മുസവർ ഫിത്തറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹോജ ഹുസൻ നിസാമിയുടെ ലക്കബാണ് അത്. ഇനി ഉർദു ക ബർനാഡ് ഷാ, ഇത് അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് പറയുന്നത്. ഇനി ഹിന്ദുസ്ഥാൻ ക ഷേക്സ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ഹഷർ കാശ്മീരിയാണ്. ഇനി ഉറുദു ഷായരി ക ഹോമർ എന്ന പേരിൽ അറിയപ്പെടുന്നതോ മീർ അനീസിനെയാണ്. ഇനി ഷായറെ ആസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോഷ് മലിഹാബാദിയാണ്. മുൻഷി ദയാനാരായൺ നിഗം ജോഷ് മലിഹാബാദിക്ക് നൽകിയ ലക്കബാണ് എന്ത്, ഷായറെ ആസം എന്ന പേര്. ഇനി ഏവർ ജംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏവർ ജംഗ് ഡെപ്യൂട്ടി നസീർ അഹമ്മദാണ്.
നമ്മുടെ നോവൽ നിഗാറാണ് ഡെപ്യൂട്ടി നസീർ അഹമ്മദ്. ഇനി ഷാഇറെ മഷ്രിഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാലിൽ ലക്കബാണ് ഷാഇറെ മഷ്രിഖ്. ഇനി പഹൽവാനി ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഷെയ്ഖ് ഇമാം ബഖഷ് നാസിഖ് ആണ്. ദബസ്ഥാനിൽ ലക്നൌവിലെ മഷ്ഹൂർ ഷായറാണ് ഷെയ്ഖ് ഇമാം ബഖഷ് നാസിഖ്. ഇനി ഉറുദു ക ചൗസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് വലീദ് ദക്കനി. ഇനി ബായി ഷായർ ആണെങ്കിൽ കൈഫി അസമി ആണ്. ഇനി ഉറുദു ക വാൾട്ടർ അസ്ക്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അബ്ദുൽ ഹലീം ഷററാണ്. അബ്ദുൽ ഹലീം ഷററയാണ്. ഇനി അടുത്തത് ഉറുദു ക സൂഫി ഷായർ. ഉറുദു ക സൂഫി ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹോജ മീർദർദാണ്. ഹോജ മീർദർദ്. ഇനി കൗമി ഷായർ ചക്ബസത്താണ്. ബ്രിജ് നാരായൺ ചക്ബസത്തിനെയാണ് കൗമി ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അവാമി ഷായർ ആണെന്നുണ്ടെങ്കിലോ നസീർ അക്ബറാബാദിയാണ്. നസീർ അക്ബറാബാദിയാണ്. ഇനി തൊൻസുവ മിസാഹ് ക ഷായർ ആണെങ്കിൽ അക്ബർ അലഹാബാദി. അപ്പോൾ പേരുകൾ മാറിപ്പോകരുത്. ഇനി യാസിയാത്ത് ക ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫാനി ബദായൂനിയാണ്. ഫാനി ബദായൂനിയാണ് യാസിയാത്ത് ക ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഷാഇറെ ബേദിമ എന്ന പേരിൽ അറിയപ്പെടുന്നത് മീർ തക്കി മീറാണ്. ഇനി ജവാദ് ദൗള ആരിഫെ ജംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനെയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഖത്താബാണ് ജവാദ് ദൗള ആരിഫെ ജംഗ്. ഇനി ഷാഇറെ ഷബാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഷാഇറെ ഫിത്തറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ ജോഷ് മലിഹാബാദീനെ ആണ്. ജോഷ് മലിഹാബാദി. ഇനി ഇഷ്കിയ ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മോമിനാണ്. മോമിൻ ഖാൻ മോമിനെയാണ് ഇഷ്കിയ ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മക്കർ ഷാഇറാന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി കുനൂത്തിയത് ക ഷായർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മീർ തക്കി മീറിനെയാണ്. ഇനി സിർതാജ് ഷൊറായെ ഉറുദു എന്ന പേരിൽ അറിയപ്പെടുന്നതും മീർ തക്കി മീറാണ്. ഇനി ഷഹൻഷാഹെ അഫ്സാന അല്ലെങ്കിൽ അഫ്സാന കെ ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൽ കൃഷ്ണൻ ചന്ദ്ര എന്നാണ്. പക്ഷേ കൃഷ്ണൻ ചന്ദ്ര അല്ല, പ്രേംചന്ദാണ് നമ്മുടെ അഫ്സാന ക ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഹയവാനി സെരീഫ്. ഹയവാനി സെരീഫ് എന്ന പേരിൽ ഓലിബിനെയാണ് അറിയപ്പെടുന്നത്. ഹാലിയാണ് ഓലിബിനെ ഹയവാനി സെരീഫ് എന്ന പേരിൽ വിളിച്ചത്. ഇനി ഇവിടെ നോക്കും, ഇമാമുൽ മുത്തഅസ്സൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹസ്രത്ത് മൊഹാനിയാണ്. ഹസ്രത്ത് മൊഹാനിയാണ് ഇമാമുൽ മുത്തഅസ്സൽ. അതുപോലെ തന്നെ ഷാരിഖ് ക മുഅല്ലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലാമ ഷിബ്ലി ന്യൂമാനിനിയാണ്. അതുപോലെ റഈസുൽ മുത്തഅസ്സൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജിഗർ മുറാദാബാദിയാണ് കേട്ടോ. ജിഗർ. ഇനി അടുത്തത് ജഗത് ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇബ്രാഹിം ആദിൽ ഷാ സാനി. അതുപോലെ ഉറുദു ക ഹാഫിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആത്തിഷാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സ്ഥാനപ്പേരുകളും അതുപോലെ തന്നെ അൽക്കാബുകളൊക്കെയാണ്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനുള്ള തെളിവാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.